ഹായ് ഓൾ ഹാപ്പി മോർണിംഗ്. അപ്പോൾ നമ്മൾ വളരെ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഒരിക്കൽ കൂടി നമ്മൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും നമ്മളുടെ കൂടെയുള്ളവരുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും നമ്മളെ ഈ ഒരു പോയിന്റിലോട്ട് എഗെയിൻ ഇവിടെ എത്തിച്ച് നമ്മുടെ സൃഷ്ടാവിൽ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുകയാണ്. ഹീൽ ആൻഡ് ഗ്രോയില് മോർണിംഗ് സെഷനിൽ നടക്കുന്ന ക്ലാസ്സിൽ എല്ലാ ആളുകൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞോളന്നില്ല. ഓക്കെ, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടെങ്കിലും അതിനെതിരെ ഒരുതി, അതായത് നമ്മളുടെ ബ്രെയിൻ നമ്മളോട് പല ഇൻസ്ട്രക്ഷൻസും പറയും. എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമ്മളുടെ ബ്രെയിൻ നമ്മളോട് പല ഇൻസ്ട്രക്ഷൻസും പറയും. പല പല വേദനകളും പ്രയാസങ്ങളും ക്ഷീണവും അതുപോലെ പല കാര്യങ്ങളും പലതും നമ്മളറിയാതെ തന്നെ അംഗീകരിച്ചു പോകും. അപ്പൊ ബ്രെയിൻ ആണ് സത്യത്തിൽ നമ്മളുടെ ശരീരം പെട്ടെന്ന് ക്ഷീണാണെന്ന് ധരിപ്പിക്കുന്നതും ഒക്കെ തന്നെ. പക്ഷെ അതിനെതിരെ ബ്രെയിനിനെ നമ്മൾക്ക് മുകളിൽ ബ്രെയിന് വർക്ക് ചെയ്യുമ്പോൾ ബ്രെയിൻ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ ബ്രെയിനിന് മുകളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് ബ്രെയിൻ വർക്ക് ചെയ്യും. ഓക്കെ, രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഒരു സംഭവം. അപ്പോൾ ആരൊക്കെയാണോ ഇന്ന് സെഷനിൽ നമ്മൾ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു, ആരൊക്കെയാണോ ഇന്ന് സെഷനിൽ വന്നിട്ടുള്ളവര് അവര് തന്നെയാണ് ഒഴുക്കിന് എതിരെ നീന്താൻ കഴിയുന്നത്. അവർക്ക് ആ കഴിവുണ്ട്. എല്ലാവർക്കും കഴിവുണ്ട് കേട്ടോ. ഇപ്പൊ ഈ സെഷനിൽ വന്നിട്ടില്ല എന്ന് വിചാരിച്ച് കഴിയില്ല എന്നല്ല. ഒരു ചെറിയ ടാസ്ക് എടുക്കുമ്പോൾ അതിന് ബ്ലോക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ആ ചെറിയ ടാസ്ക് നമുക്ക് ചെറുതാണെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മള് ഓക്കെ, ക്ലിയർ ആണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒഴുക്കിൽ കൂടെ എങ്ങനെ പോകും? നമുക്ക് എന്നും എക്സ്ക്യൂസ് ഉണ്ടാവുള്ളൂ. എക്സ്ക്യൂസ് നോക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവില്ല. റിസൾട്ട് ഉണ്ടെങ്കിലും അത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ റിസൾട്ടിൽ നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാറുള്ളത്. എങ്കിൽ ഞാനൊരു കാര്യം കൂടെ പറയുന്നു. നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും, അതായത് നമ്മളിപ്പോ ലേണിംഗ് സ്റ്റൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചവരാണ്. പക്ഷെ അതിനോടൊപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് എത്രത്തോളം പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, അതായത് ആക്റ്റീവ് ലേണിങ്ങും പാസീവ് ലേണിങ്ങും ഉണ്ട്. പാസീവ് ലേണിംഗ് എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. അതായത് അതിൽ കുറച്ച് ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യാം. നമ്മളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആ വായിച്ചതിന്റെ ഒരു വീക്ക് കഴിഞ്ഞാൽ ആ വായിച്ചതിന്റെ 10% മാത്രമാണ് നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. നമ്മള് ഒരു വായിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ കേൾക്കുകയാണെങ്കിൽ വേറൊരാള്, അതായത് ഇപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് ഇവിടെ ഇരുന്ന് പറയുകയാണ്, കേൾക്കുകയാണ് എങ്കിൽ 20% ആണ് അതിന്റെ ഒരു കപ്പാസിറ്റി. ഇനി നിങ്ങൾ എന്നെ ഇപ്പോൾ, അതായത് കാണുകയും ചെയ്യുന്നുണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അത് എഗെയിൻ 40% ആണ് അതിൻ്റെ ഒരു. നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ആക്യുറസി ഉണ്ട്? ഒരു 50% വരെ ഒക്കെ അതിന് കപ്പാസിറ്റി ഉണ്ടാവും കേട്ടോ, കാണുകയും കേൾക്കുകയും ഒരുമിച്ച് ചെയ്യുമ്പോൾ. എസ്പെഷ്യലി വിഷ്വൽ ഇമ്പാക്റ്റ് ആണല്ലോ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്താണ് എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എബോവ് 50% ആണ്. അതായത് ഒരു 60% വരെ കപ്പാസിറ്റി ഉണ്ടാകും. ഇനി കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, വേറൊരാളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ 75% ആണ് അതിന്റെ കപ്പാസിറ്റി. അപ്പൊ 50ക്ക് മുകളിലുള്ളതൊക്കെ ആക്റ്റീവ് ലേണിംഗ് ആണ്. ഓക്കെ, പിന്നെ കാണുകയും ചെയ്യുന്നുണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാവർത്തികമാക്കിക്കൊണ്ട് മറ്റൊരാൾക്ക്
കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് 90%. ഭയങ്കര സൂപ്പർ ലേണിംഗ്. സൂപ്പർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഞാൻ നിങ്ങളോടൊരു കഥ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തിട്ട്, അതായത് ഞാൻ പഠിച്ച കാര്യം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ഞാൻ പഠിച്ചു, ഞാൻ മനസ്സിലാക്കി, ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്തു, ഞാൻ അതിൽ റിസൾട്ട് ഉണ്ടാക്കി എന്നിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ ഒരാളെ പഠിപ്പിച്ചിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അത് 90%. അത് നമ്മൾ മറന്നു പോവില്ല, നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എഗെയിൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് എതിരെ എന്ന് പറയുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളാവില്ല. നിങ്ങളുടെ മനസ്സിന്റെ, ശരീരത്തിന്റെ, ചുറ്റുപാടുകളുടെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ബ്ലോക്കായി നിൽക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിനോടൊപ്പം ഒഴുകി പോണോ എഗെയിൻ ആ ഒഴുക്കിനെതിരെ നിങ്ങൾക്ക് നീന്തണമെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈല് മാറ്റാം. പാസീവ് ലേണിംഗ് ആയത് നമ്മൾ കുറെ കഥകൾ ഇങ്ങനെ കേൾക്കും, നമുക്ക് ആ സമയം നല്ല ഇൻട്രസ്റ്റഡ് ആവും, നമുക്ക് അപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, അതുണ്ടാവും. പക്ഷെ എന്ത് നമ്മൾ അതിൽ നിന്ന് ലൈഫിലോട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എടുത്തതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഭാഗമൊക്കെ അത് ഇതുപോലെ തന്നെ വേണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ എഗെയിൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ലേണിംഗ് ആണ്. മാത്രമല്ല അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ ലൈഫിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഒഴുക്കിനെതിരെ നിങ്ങൾ നീന്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പഠിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ള, പഠിച്ച കാര്യം എല്ലാതൊന്നും നമുക്ക് ലൈഫിൽ ആവശ്യം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും പഠിച്ചതൊക്കെ നമുക്ക് ആവശ്യം ഇല്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ 5 പേരുണ്ടെങ്കിലും 10 പേരുണ്ടെങ്കിലും ഒക്കെ ഈ 5 പേർക്കും 5 രീതിയിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ സെഷനിൽ നിന്നും നിങ്ങൾ എടുക്കുന്ന 3 പോയിന്റുകൾ, 3 ആക്ഷൻസ് എടുക്കാൻ തയ്യാറായത്, അല്ലെങ്കിൽ 3 ഇൻസൈറ്റുകൾ. നമുക്ക് 3 വേണ്ടുള്ളൂ, അല്ലാതെ എല്ലാതും വേണമെന്നില്ല. അത് നിങ്ങൾ എടുത്ത് മാത്രമല്ല അത് ഡിസ്കസ് ചെയ്യാം. നമ്മളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ആ സാധനം മാത്രം, നിങ്ങളെ തിരഞ്ഞെടുത്ത ആ ഒരു ലൈന് മാത്രം, അല്ലെങ്കിൽ ഒരു പാട്ട് മാത്രം, ഏതാണ് എങ്കിൽ, അല്ലെങ്കിൽ ഏതാണ് നമുക്ക് ഇൻസൈറ്റ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതിലാണ് ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നത്, അത് നിങ്ങൾ അതായത് എക്കോ ബാക്ക് ചെയ്യാം. എന്താണ് പഠിച്ചത് എന്നുള്ളത് എഗെയിൻ നമുക്ക് എക്കോ ബാക്ക് ചെയ്യാം, ഒരിക്കൽ കൂടി നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ നമ്മളുടെ ഒരു അരമണിക്കൂറാണ് നമ്മുടെ സെഷൻ വരുന്നത്. ഇതിലിപ്പോ എനിക്ക് അങ്ങോട്ട് പറയാനും നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനും കൂടിയിട്ടുള്ള സമയം ഉണ്ടാവില്ല. പക്ഷേ മസ്റ്റ് നിങ്ങൾ ഹീൽ ആൻഡ് ഗ്രോയിലോ സോൾ മാസ്റ്ററിയിലോ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ പഠിച്ചതിൽ നിന്ന്, അന്നത്തെ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി, അതിൽ നിന്ന് 3 കാര്യങ്ങൾ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ ആ കിട്ടിയ ഇൻസൈറ്റ് വെച്ചിട്ട് ലൈഫിൽ എന്ത് മാറ്റം വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നന്നായി തോന്നിയ 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തേ പറ്റൂ. ഫീഡ്ബാക്കിൽ അത് പറഞ്ഞേ പറ്റൂ. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ പ്രോഗ്രാം നന്നായി, പ്രോഗ്രാം ഭയങ്കര അടിപൊളിയാണ്, മാമിനെ കാണാൻ സൂപ്പറാണ്, മാമിനെ കാണുമ്പോൾ തന്നെ സമാധാനം, ആ സാധനമല്ലേ. ഓക്കെ, നമ്മള് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല, കുറച്ച് മനസ്സിലായതുണ്ടാവും, അതും പറയലാണ് ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ എന്ത് കാര്യമാണെങ്കിലും 3 ഇൻസൈറ്റ് നിങ്ങളുടെ പ്രയോറിറ്റി വെച്ച്, നിങ്ങളുടെ ഒരു അവസ്ഥ വെച്ച് ഏതാണോ കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, റൈറ്റ്? ഓക്കെ ആണോ? പറയൂ ഫാസ്റ്റ്. ഓക്കെ, ഇപ്പോ നമുക്ക് ചില ആളുകൾ പറയും നമ്മളോട് സംസാരിക്കാൻ എനിക്ക് അങ്ങോട്ട് പറ്റണില്ല. ഇല്ല പ്രജിന?
എനിക്ക് എല്ലാവരുടെ ഇടയിൽ വെച്ച് സംസാരിക്കണമെന്നുണ്ട്. എനിക്ക് അതൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നറിയില്ല. ഇങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്യാം. ഏഹ്. ഞാൻ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കൂടുതൽ തരേണ്ടത് എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. നമ്മൾ മാർച്ച് വരെ ക്ലാസ് ഉണ്ടാകുന്നുള്ളൂ. ക്ലാസ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് മാർച്ച് വരെ 3 മാസം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അന്നും പറഞ്ഞു മാർച്ച് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫാത്തിമ ചോദിച്ചു ആഹ് മാർച്ച് 10-ാം തീയതിക്കുള്ളിൽ ക്ലാസ് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടല്ലേ? നഷ്ടമില്ലെന്നല്ല, ഫുൾ ആവൂല്ലല്ലോ. മാർച്ച് 10-ാം തീയതിക്കുള്ളിൽ ഫീസ് ഫുൾ അടക്കണമെങ്കിൽ മാർച്ച് 10-ാം തീയതിയോട് കഴിയില്ലേ? ഇപ്പോഴും അത് ഫാത്തിമ പറയട്ടെ. നമ്മള് 10 അല്ല നോക്കുന്നത്. നിങ്ങൾക്ക് മെയ് വരെ ക്ലാസ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തരും. ഏപ്രിൽ ലാസ്റ്റ് വരെ ക്ലാസ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തരും. അതല്ല ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് തരും. അതെന്തിനാണ്? അത് നമ്മളുടെ ഒരു നമ്മളുടെ ഒരു വെൽത്ത് ക്രിയേഷൻ ആണ്. വെൽത്ത് ഈസ് നോട്ട് മീൻസ് ഓൺലി മണി. ബെറ്റർ റിലേഷൻഷിപ്പ്, നോളജ്, വിസ്ഡം, ഹെൽത്ത്, ഹാപ്പിനെസ്, അങ്ങനെ കുറേ സംഭവമുണ്ട് വെൽത്തില്. അല്ലാതെ മണി മാത്രമല്ല. ഒഴുക്കിനെതിരെയാണ് നിങ്ങൾ നീന്താൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് വേണ്ടി റിഫ്ലക്ട് ചെയ്യണം. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. പഠിച്ച കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ 3 കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്. പക്ഷെ ലൈഫിലേക്ക് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്കത് എണ്ണി എണ്ണി പറയാനോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അതിലോട്ട് എത്താനൊന്നും കഴിഞ്ഞോളണമെന്നില്ല. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റായികയോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ വെറുതെ നേരം കളയാൻ വേണ്ടിയിട്ട് ഹീലിംഗ് ഗ്രോയിൽ വന്നിരിക്കുന്നവരല്ല. എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല. ഞാൻ നിങ്ങളോട് കോൾ ഇടണമെന്നോ എന്തായാലും വരണമെന്നോ അങ്ങനെയാണ് ക്ലാസ് എടുക്കുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാണ്ട് തന്നെ എൻ്റെ കുട്ടികൾ ഞാൻ വരുന്നതിനെക്കാട്ടി മുന്നേ വന്നിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ച് കംഫേർട്ട് സോണാണ്. ഇപ്പൊ നമുക്ക് വെക്കേഷൻ ആണ്, പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ആ സമയത്താണെങ്കിൽ പോലും നിങ്ങളെ ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പോൾ കൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലെ ആ ഫയർ കളയരുത്. നമ്മളുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫയറിന് ഒരിക്കലും അത് ഡൗൺ ആവരുത്. അപ്പോ ആ ഒരു ആക്ഷൻ നിങ്ങൾ എടുത്ത് ഇവിടെ പോണം. ഇനി അടുത്ത ആക്ഷൻ, ഇത് ഞാൻ എന്താണോ പഠിക്കുന്നത്, ഞാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പഠിച്ച കാര്യമാണ് ഈ ആക്റ്റീവ് ലിസണിങ്ങും പാസീവ് ലിസണിങ്ങും ഒക്കെ തന്നെ. അപ്പോ അത് ഞാൻ പഠിച്ചത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൊടുക്കുക എന്നതും കൂടെയാണ് ഇതിലൂടെ എന്താ പറയാ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്നുണ്ട്. അത് ഞാൻ മാത്രം കേട്ടാൽ മതി. എന്റെ സിലബസിൽ എന്റെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആരും അങ്ങനെ വിചാരിച്ചിരുന്നത് കാര്യമില്ല. നമ്മൾ ആരും അങ്ങനെ വിചാരിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം സോൾ മാസ്റ്ററിയിലോട്ട് വന്നിട്ട് ഒരു 2 മാസം ആകുമ്പോഴത്തേനും നിങ്ങളുടെ തോട്ട് പാറ്റേൺ ഒക്കെ കുറേം കൂടെ മാറിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് മാറ്റാനും കഴിയും. ഇനി നിങ്ങൾ നേരിടാൻ പോകുന്ന ചലഞ്ചുകൾ, നിങ്ങൾ അഭിപ്രായം പറയും. ആരും അത് അംഗീകരിക്കണമെന്നില്ല. അഭിപ്രായം പറയുന്നതിന് എതിരെ വന്ന് സംസാരിക്കാനും നമ്മളെ കരി കരിന്നല്ലേ കരി വാരി തേക്കാനും. കരി വാരി തേക്കാന്ന് വെച്ചാൽ നമ്മളെ അതായത് പ്രതികരിച്ചവരെ പ്രതിയാക്കുക എന്ന് പറയില്ല. നമ്മളെ ഭാഗത്താണ് തെറ്റിയെന്ന് നമുക്ക് തന്നെ ഉള്ളിൽ നിന്ന് തോന്നും. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പലരും നമ്മളെ വെറും, പലരും നമുക്കെതിരെ സംസാരിക്കും. ഞാൻ നിങ്ങളോട് അഗൈൻ ഒരു കാര്യം കൂടെ പറയട്ടെ. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം. എല്ലാവരും നമ്മളെ അംഗീകരിക്കണം. എല്ലാവരും നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അതേപോലെ മനസ്സിലാക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒഴുക്കിനെതിരെ നമുക്ക് പോകാൻ കഴിയില്ല. കാരണം
അവർക്ക് നമ്മളുടെ ആ സിറ്റുവേഷനിലല്ല അവർ നിൽക്കുന്നത്. അവർക്ക് പല ട്രോമാസിലൂടെയും പല വോൺസിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ അവർക്ക് ആ അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ കോട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഗെയിൻസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അവർ അതായിരിക്കില്ല എടുക്കുന്നുണ്ടാവുക. ഒരു പേഴ്സണൽ ആയിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്യും. എന്നോട് പറഞ്ഞതാവും. എന്നോട് പറഞ്ഞതല്ല, നമ്മളെ അഭിപ്രായത്തിനെ ആയിരിക്കും ചിലപ്പോ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അവര് വിചാരിക്കും എന്നോട് പേഴ്സണൽ ആയിട്ട് എടുത്തു പോകും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അത് നമ്മളിങ്ങനെ ശരിയാക്കാൻ നിക്കണ്ട എന്ന്. ശരിയല്ലേ മുംതാസേ? അപ്പൊ നമ്മളിത് ശരിയാക്കാൻ നിൽക്കും തോറും നമ്മള് ഡൗൺ ആവും. നമ്മളുടെ എനർജി അതിനുള്ളതല്ല. മുംതാസ് ഇല്ലെന്ന്. അപ്പൊ എല്ലോടത്തും നമ്മൾ ജയിക്കണമെന്ന് ഒരു വാശിയും എന്റെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാതായി പോയതാട്ടോ. ഓക്കെ. ഞാൻ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? യെസ് യെസ്. താങ്ക് യു. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയേണ്ടി വരും. മുന്നേ ഒന്നും അഭിപ്രായം പറയാത്ത നമ്മളുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സിൽ ഇൻസൈറ്റ് വരികയും നമ്മൾ ആ ഒരു കാര്യം പോസിറ്റീവോട് കൂടി പറയുകയും ചെയ്യുമ്പോൾ എല്ലാവരും പോസിറ്റീവോട് കൂടി എടുക്കില്ല. മനസ്സിലാവണ്ട? നമ്മൾ എല്ലാവരും പോസിറ്റീവോട് കൂടി എടുക്കണമെന്നോ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നോ നമ്മളെ അതേ രീതിയിലേക്കാണ് എന്നുള്ള തോട്ട് ആ ഒരു പ്രതീക്ഷ നമ്മൾ മാറ്റി വെക്കുക. നമ്മൾ പറയാ അതിന്റെ റിസൾട്ട് അല്ല ഫീഡ്ബാക്ക്. ഇവൻ റിസൾട്ടും ഫീഡ്ബാക്കും തമ്മിലുള്ള ഒരു കാര്യം പറയാം. കാരണം ഇന്ന് ഫുള്ളി നോളജ് സെഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫുള്ളി നോളജ് സെഷൻ ആണ്. ഞാൻ പലതിലും എക്സ്പീരിയൻസും കഥകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്, മോട്ടിവേഷനും ഒക്കെയാണ് പറയുന്നത്. ഇന്ന് മൊത്തം നോളജ് ആണ്. ഓക്കെ. അപ്പൊ എന്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, എന്തായിരുന്നു അത്? ഇപ്പൊ ഞാൻ നോളജ് സെഷൻ എന്ന് പറയുന്നതിന്റെ മുന്നേ എന്തോ ഒരു കാര്യം പറഞ്ഞു, അതൊന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു തുടങ്ങിയാന്നുള്ള എനിക്ക് കൺഫ്യൂഷൻ ആണ്. ഫീഡ്ബാക്കിനെ കുറിച്ച്. എന്താ? ഫീഡ്ബാക്കിനെ കുറിച്ച്. യെസ്. നമ്മൾ എപ്പോഴും റിസൾട്ട് ആണ് നോക്കുക. ആ പ്രോഗ്രാം എന്തായി എന്ന് പറയുമ്പോൾ അടിപൊളിയായി. ആ കല്യാണം എങ്ങനെ ഉണ്ടാകുന്നത്? ബിരിയാണി കൊള്ളൂല, വലിയ കുഴപ്പമില്ല. നമ്മൾ ആ റിസൾട്ടിലേക്കാണ് വരുന്നത്. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവിടെ പറയാന്. നമ്മുടെ അവിടെയുള്ള മറ്റു കാര്യങ്ങള്, അവിടെ എന്താ പറയാ, അവരുടെ ഫാമിലിയെ കുറിച്ച്, ആ ഒരു എന്താ വരന്റെയും വധുവിന്റെയും ആംബിയൻസിനെ കുറിച്ച്, നമുക്ക് അവിടെ പോയ ഹാപ്പിനെസിനെ കുറിച്ച്. പക്ഷെ ഫുഡ് നാശമായി കഴിഞ്ഞാൽ ഫുഡിൽ നമ്മൾ ഇനി ഫുഡ് അടിപൊളിയായി ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ ആ റിസൾട്ട് എന്താക്കാം? ഫുഡ് കുഴപ്പമില്ല, പക്ഷെ ഐസ്ക്രീം കിട്ടിയില്ല. മനസ്സിലാവുണ്ടോ? റിസൾട്ട് ആണ് നമ്മൾ പറയാ. റിസൾട്ട് എന്ന് വെച്ചാല് ഇപ്പൊ കുട്ടി എക്സാം എഴുതി, എന്താണ് റിസൾട്ട്? 6 A+ ഉണ്ട്, 2 B+ ഉണ്ട്. 6 A+ ഉള്ളൂ, 2 B+ ഉണ്ട്. ഓക്കെ. ഫീഡ്ബാക്ക് എന്താണ്? അവൻ 6 സബ്ജക്റ്റിൽ നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ട്. 2 സബ്ജക്റ്റിൽ, എല്ലാ സബ്ജക്റ്റിലും നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ട്. 2 എണ്ണത്തില് B+ ആണ്, 6 എണ്ണത്തില് A+ ഉണ്ട്. നമ്മൾ റിസൾട്ടും ഫീഡ്ബാക്കും തമ്മിൽ പറയുന്നതിൽ വ്യത്യാസം കണ്ടോ? റിസൾട്ട് മാത്രം നോക്കുകയാണെങ്കിൽ ആ പാസ്സായത് മാത്രം ഫോക്കസ് ചെയ്ത് എടുത്ത് പറയും. തോറ്റ കുട്ടിയുടെ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞത് എന്തോ ഒരു അപരാധം പോലെയാണ് പറയാ. ഫീഡ്ബാക്ക് പറയുമ്പോൾ രണ്ടും ഒരേ ടോണിൽ പറയും, രണ്ടും ഒരേ രീതിയിൽ പറയും. കാരണം ഒരാൾക്കും ഒന്നിൽ മാത്രം കൂടുതൽ കഴിവുണ്ടാവില്ല. ഓക്കെ. ഒരാൾക്ക് ഒന്നിൽ മാത്രം കൂടുതൽ കഴിവുണ്ടാവില്ല. നമ്മൾ ഫീഡ്ബാക്ക് ആണ് എടുക്കേണ്ടത്. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതിന്റെ റിസൾട്ട് ചിലപ്പോൾ നമ്മളെ അംഗീകരിക്കലാവില്ല. അതിന് പകരം നമുക്ക് അവിടുന്ന് വേറെ ഇൻസൈറ്റ് കിട്ടും. ഫീഡ്ബാക്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഹീൽ ആൻഡ് ഗ്രോയിൽ ചായ എന്നുള്ളൊരു സെഷൻ എടുത്തിട്ടുണ്ട്. എന്താണോ ഉള്ളിലുള്ളത് അതാണ് അവർ പുറത്ത് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ഇൻ കേസ് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാകാം. അപ്പോഴും നമുക്ക് ഇൻസൈറ്റ് കിട്ടുകയാണ്. ഞാൻ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്. എന്റെ അഭിപ്രായം എല്ലാ രീതിക്കും ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അതിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥക്ക് എന്റെ അഭിപ്രായം നമ്മൾ ബെറ്റർ അല്ല എന്നുള്ളത് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അവിടെ നമുക്കൊരു ഇൻസൈറ്റ് കിട്ടി. പിന്നെ ചില ആളുകൾ നമ്മളെ വെറും.
വെറുക്കുക എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റിയാണ്. വെറുക്കുക എന്ന് വെച്ചാൽ അത് 2 രീതിയിൽ വെറുക്കാം. നമ്മളെന്നും ഇങ്ങനെ നമ്മളുടെ ഒരു ക്യാരക്ടർ തന്നെ വെറുപ്പിക്കുന്നതായിട്ട് മാറിയിട്ട്, പക്ഷെ അങ്ങനെയുള്ളവരോട് ആരും എഗെയിൻസ്റ്റ് പറയില്ല. അവരുടെ ഉള്ളിൽ വെറുപ്പുണ്ടാകും. പക്ഷെ അവരങ്ങനെ കളിയാക്കുകയോ പറയൊന്നുമില്ല. പ പക്ഷേ നമ്മളുടെ ഈ ജേർണിയിൽ ഇങ്ങനെ പോണ ജേർണിയിൽ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ട് നമ്മള് എന്തെങ്കിലും അഭിപ്രായമോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുകയൊക്കെ ചെയ്താല് ആളുകൾ ചിലപ്പോൾ നമ്മളെ വെറുക്കാം. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ സന്തോഷിക്കുന്നതോ, നമ്മളുടെ ഗ്രൂപ്പിലോ സന്തോഷം കാണാതെ, നമ്മളുടെ ചിന്താഗതിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മെന്റാലിറ്റി അങ്ങനെയാണ്. അങ്ങനെയുള്ളവർ നമ്മള് വെറുത്തു പോകും. ചിലപ്പോ നമ്മളോട് തന്നെ എഗെയിൻസ്റ്റ് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നമ്മളുടെ ഭാഗമാണ്. ഒഴുക ഒഴുക എന്ന് വെച്ചാൽ എളുപ്പമാണ്. ഒഴുക്കിനെതിരെ നീന്തുക എന്ന് വെച്ചാല് അതില് ഈ തരം കാര്യങ്ങള് പ്രധാനപ്പെട്ട. ഓക്കെ. പിന്നെ നമ്മൾക്ക് എല്ലായിടത്തും ജയിക്കണം എന്നില്ല. നമ്മൾക്ക് എല്ലായിടത്തും ജയിക്കണം എന്നില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്നും തോറ്റുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് വിട്ടുകൊടുക്കുക. ഓക്കെ, ആ ഭാഗത്ത് ഞാൻ തോൽക്കാനുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഭാഗത്തിന് പ്രയാസം ഉണ്ടാവരുത്. ഇപ്പൊ പ്രൊഫഷണലി നമ്മൾ കുറെ സംഭവങ്ങളായിക്കാരും, പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വരും. പ്രൊഫഷൻ ഭയങ്കര സംഭവമാണ് ഞാൻ എന്ന് വിചാരിച്ചിട്ട് ആ കലിപ്പേറ്റ് എന്റെ മക്കളെടുത്ത് പോയാലോ, അല്ലെങ്കിൽ ആ ഹെഡ് വെയിറ്റ് ആയിട്ട് ഞാൻ എന്റെ മക്കളെടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. ഏ? ഞാൻ എന്റെ ഫാമിലിയില് ഏറ്റവും എന്താ പറയാ, ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്ന ആള് ഞാനായിരിക്കാം. പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ എന്റെ തോട്ടോ ഇൻസൈറ്റോ ഞാൻ അവരെ നന്നാക്കാനോ അല്ലെങ്കിൽ ഞാൻ അവർക്കെതിരെ പറയാനോ പോയിട്ട് കാര്യമില്ല. കാരണം അവർ എന്റെ ഉമ്മയോ ഉപ്പയോ എന്റെ മക്കളോ എന്റെ സിസ്റ്ററോ എന്റെ ബ്രദറോ ആരും ആയിരിക്കാം, അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലെ മറ്റു മെമ്പേഴ്സ് ആയിരിക്കാം, എന്നെ കളിയാക്കുന്നുണ്ടായിരിക്കും. ചീത്ത പറയാന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് മോശമായിരുന്നല്ല. ഇപ്പൊ ഞാൻ നേരത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചീത്ത ഉണ്ടാവും. ഞാൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിലപ്പോ എന്റെ ഉപ്പ ചീത്ത പറയും. വിഷമം കൊണ്ട് സങ്കടം കൊണ്ട് പറയുന്നതാണ്. അപ്പൊ നമ്മള് ചിരിച്ച് കേട്ടിട്ട് അതിന്റെ ഉള്ളിൽ വിചാരിക്കുക എനിക്ക് എന്റെ ഉപ്പാക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ട്. ഉപ്പ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഉമ്മ നമ്മളെ കെയർ ചെയ്യുമ്പോ അല്ലെങ്കിൽ കഴിച്ച മോളെ ഇന്ന് എന്താ കഴിക്കാനുള്ളത് പിന്നെയും പിന്നെയും വിളിക്കുന്നത് നമുക്ക് ചിലപ്പോ എന്താണ് എന്റെ ഉമ്മാക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്. പക്ഷെ ആ വിളി ഒരു അംഗീകാരമാണ്. എത്ര തന്നെ കോടിക്കണക്കിന് കാശ് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടും ആ വിളിയോ ആ കെയറോ ഇല്ലെങ്കിൽ അത് നമുക്ക് കാശ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ചില ഇടങ്ങളിൽ നമ്മൾ നന്നായി തോറ്റു കൊടുത്തോണ്ട് അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഞാന് മുന്നേ ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ലല്ലോ. ഞാൻ ഇങ്ങനെ കുറേ സംസാരിക്കണ ആളൊന്നുമല്ല. സംസാരിക്കും, പക്ഷെ മുന്നൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ലൈഫ് സ്റ്റൈലിൽ ഒരു 10 വർഷം ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് അതിലൊക്കെ സംസാരം കുറഞ്ഞു പോയി. പിന്നെ എനിക്ക് സംസാരിക്കാൻ ഇപ്പൊ തന്നെ നിങ്ങളെന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് വാക്കുകൾ പല വാക്കുകളും സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ എനിക്ക് പറയാൻ പറ്റില്ല. മറന്നുപോയി അല്ലെങ്കിൽ എനിക്കത് നഷ്ടപ്പെട്ടേക്കണ്. ഓക്കെ. അപ്പൊ ആഹ് അപ്പൊ എന്താന്ന് വെച്ചാല് ഞങ്ങള് കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും കൂടുമ്പോ എന്റെ മാമാടെ മോന് ഗൾഫിൽ നിന്ന് വന്നാണ്. അപ്പൊ അവൻ പോകുമ്പോ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കും. അവൻ ചോദിക്കുകയാണ്, എന്റെ താത്താടും ഭാബിയോടൊക്കെ ചോദിക്കുന്നത്, നിങ്ങള് ഇപ്പോഴും സെബിനോട് എങ്ങനെയാ സംസാരിക്കുന്നത്? ഇവളിപ്പോ ഭയങ്കര ആളായി മാറിയല്ലോ. എങ്ങനെയാണ് നിങ്ങളൊക്കെ അവളെ ബഹുമാനിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാര്യമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ എന്താ പറയാ, ഞങ്ങൾക്ക് ഇന്ന് വന്നോ അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പൊ ഞങ്ങളിപ്പോ അവള് കുറച്ച് വലിയ ആളായി എന്ന് തോന്നിയിട്ട് ഞമ്മക്കിപ്പോ അങ്ങനെയൊന്നുമില്ല എന്ന് പറയാണ്. ഓക്കെ. അപ്പൊ അവരുടെ കാഴ്ചപ്പാടില് ഞാൻ ഇന്നും അവരുടെ അനിയത്തിയോ അവരുടെ നാത്തൂനോ ഒക്കെയാണ്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മള് നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതിന്റെ ഭാഗമായിട്ടോ ഒക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പൊ എല്ലായിടത്തും നമുക്ക് ജയിക്കാൻ പറ്റിപ്പോകുന്നില്ല. ആ തോൽവിയിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ പറ്റും. ആ തോൽക്കാനുള്ള മനസ്സും ആ തോൽവിയിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മനസ്സിന്റെ യഥാർത്ഥ വിജയം. ഓക്കെ. റൈറ്റ്. നമ്മള് നമ്മൾ വിചാരിക്കും നമ്മളുടെ കൂടെയുള്ളവർ നമ്മളങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ മാറിയതിനനുസരിച്ച് അവർ മാറുന്നില്ല. അവർക്ക് മാറാനുള്ള ഫെസിലിറ്റി കിട്ടുന്നില്ല.
അപ്പൊ നമ്മളുടെ വിചാരങ്ങളിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് പറയാം. അപ്പൊ നമുക്കത് ശരിയാക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുന്താസ് ഒരു എക്സ്പീരിയൻസ് പറയണ്ടായി. ഞാൻ വലിയ പ്രയാസമില്ലാതെ ഞാൻ അത് ഷെയർ ചെയ്യാം. മുന്താസ് പറഞ്ഞാലും ശബന പറഞ്ഞാലും ഇവൻ റെജിന പറഞ്ഞാലും ജിൽഷ പറഞ്ഞാലും ആര് പറഞ്ഞാലും നമ്മൾക്ക് അത് നമ്മളുടെ വേയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ. മുംതാസിന്റെ വീട്ടിലൊരു ഫാമിലി ഇഷ്യൂ ഉണ്ട്, കുട്ടികളുടെ ഒരു പ്രോബ്ലം ഉണ്ട്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ആ ഒരു വിഷമവും സങ്കടവും ഉണ്ട് എങ്കിൽ ചിലപ്പോ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും. എന്നിട്ട് പിന്നെ അവരൊന്ന് ചേർത്ത് നിർത്തിയിട്ട് ബാക്കി പറയേണ്ടി വരും. എന്റെ മക്കള് ഇപ്പൊ എന്നോട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്റെ മക്കള് ഇപ്പൊ വന്നവരൊക്കെ അവര് ഭയങ്കര പെർഫെക്റ്റ്, ഭയങ്കര പഠിക്കുന്ന കുട്ടികളോ ഭയങ്കര ഡിസിപ്ലിനിൽ മാത്രം പോകുന്ന കുട്ടികളെന്നല്ല. കാരണം ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഭയങ്കര ഡിസിപ്ലിനിലൊന്നും ജീവിച്ചിട്ടുള്ള കുട്ടിയൊന്നുമല്ല. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കരുത് വല്ലാണ്ട്. നമ്മളെ ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ രണ്ട് കൈയും രണ്ട് കാലും ഫസ്റ്റായിട്ട് ആക്റ്റീവായിട്ടിരിക്കണം. ഓക്കെ, ഇതാണ് റിയലൈസേഷൻ. ഇത് നോൺ ജഡ്ജ്മെന്റ്. പിന്നെ വലത് കാലം ഇടത് കാലം, ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും. ഓക്കെ, ഈ സംഭവം നമുക്ക് വേണം. പിന്നെ മനസ്സിലുള്ള കഴിവുകൾ, കോൺസെൻട്രേഷൻ, മറ്റു പല കാര്യങ്ങളും വേണം. അതിനുള്ള ഇൻസൈറ്റുകളാണ് ഇന്ന് തന്നത്. ഓക്കെ, ഇതുവരെ എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പറ കുട്ടികളെ. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ നിങ്ങളിവിടെ ഇല്ലേ? ഹലോ, ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ക്ലിയർ ആയി. നമുക്ക് റെസ്പോൺസ് വേണം കേട്ടോ, എന്നാലും അതിന്റെ ആ ഒരു സെറ്റ് ആവുള്ളൂ. ഓക്കെ, ഇന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇതുവരെ പഠിക്കാത്ത, ഇതുവരെ അറിയാത്ത കാര്യങ്ങളാണ്. ഞാനിത് സോൾ മാസ്റ്ററിയിൽ എടുക്കാന്ന് വിചാരിച്ചാണ്, പക്ഷെ സോൾ മാസ്റ്ററി രാത്രിയിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസൈറ്റ് കിട്ടണമെങ്കിൽ രാവിലെയാണ് നല്ലത്. ഓക്കെ, അപ്പൊ വലത് കാല് അല്ല വലത് കൈ ഹൃദയഭാഗത്ത് ചേർത്ത് വെച്ച് കാലുകൾ നിലത്ത് പതിച്ച് പതിയെ നിങ്ങൾ കണ്ണുകൾ അടച്ച് ശ്വാസത്തിലോട്ട് മാത്രം ശ്രദ്ധിക്കുക. Breathe in, breathe out, breathe in, breathe out, breathe in, breathe out. I'm really sorry. Please forgive me. I thank you. I love you. പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പലതിലും വാശിയുണ്ടായിരുന്നു. എനിക്ക് ജയിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നോ എനിക്ക് വാശിയുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു വാശി പലപ്പോഴും ആവശ്യമില്ലാത്ത രീതിയിൽ പ്രതികരിച്ച് എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം എനിക്കറിവില്ലായ്മ കൊണ്ടുവരുന്നതാണ്. ഞാൻ ഈ അറിവ് തിരിച്ചറിവായിട്ട് എടുക്കാൻ കുറച്ച് വൈകി എങ്കിലും ഞാനിപ്പോൾ മനസ്സിലാക്കിയതിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് പറയുകയാണ്. ഇന്നേ വരെ എൻ്റെ ലൈഫിൽ എടുത്തു ചാടി ഉണ്ടായ എല്ലാ തീരുമാനങ്ങൾക്കും, എല്ലാ പ്രവർത്തികൾക്കും, എല്ലാ വാക്കുകൾക്കും, എല്ലാ നോട്ടങ്ങൾക്കും ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പ്രശ്നങ്ങളുടെ ഫലമായി നിന്നെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നീ എനിക്ക് ഇന്നേ വരെ എൻ്റെ ഇൻസൈറ്റുകൾ പല രീതിയിലും
പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എനിക്ക് റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി എനിക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എഗെയിൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ലൈഫിലോട്ട് എൻ്റെ തെറ്റുകൾ ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന എല്ലാ സാഹചര്യങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും അതിന് കാരണമാക്കിയ എല്ലാ പണത്തിനും എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ തീരുമാനങ്ങൾക്കും ഞാൻ നന്ദി പറയും. ഐ ലവ് യു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നു. ഞാൻ നിന്നെ എത്രത്തോളം പ്രണയിക്കുന്നു, എത്രത്തോളം സ്നേഹിക്കുന്നു, അത്രമേൽ എൻ്റെ ജീവിതം ബ്രൈറ്റായി, സിമ്പിളായി, ബ്യൂട്ടിഫുള്ളായി എനിക്ക് കാണാം. എനിക്കത് ഫീൽ ചെയ്യുന്നു. Love you, love you so much. പതിയെ നിങ്ങൾ കൈകൾ രണ്ടും റബ്ബ് ചെയ്ത് ആ ചൂട് കണ്ണിന് മുകളിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ടാപ്പ് ചെയ്യുക. എന്നിട്ട് പതിയെ ബ്രീത്ത് എടുത്ത് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരിക.